ഹലോ. നീണ്ടൊരു 4 മാസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ സേലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സേലത്ത് പോകുന്നത് എൻ്റെ കോളേജിലെ കുറച്ച് വർക്ക്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൺ ദ വേ ശ്രീയാനിത എഴുന്നേറ്റിട്ടുണ്ട്. നല്ല ഉറക്കമായിരുന്നു. ഇനിയിപ്പോൾ അവൻ എഴുന്നേറ്റ സ്ഥിതിക്ക് അവൻ്റെ ആ ഒരു സ്നാക്സൊക്കെ കൊടുക്കേണ്ട ടൈമാണ്. സ്നാക്സ് ഇൻ ദ സെൻസ് നമ്മൾ പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സൊക്കെയാണ് കൊടുക്കാറ്. നമ്മൾ പുറത്തുള്ള ബേക്കറി സാധനങ്ങൾ അത്ര അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ മറ്റ് ബിസ്ക്കറ്റുകളോട് അവൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറില്ലെങ്കിലും ഇതവൻ ഇടയ്ക്ക് ഡിമാൻഡ് ചെയ്യാറുണ്ട്. സോ നമ്മളൊരു 3 to 4 പീസസൊക്കെ വൺസ് ഇൻ എ വൈലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മറ്റ് പാരൻസിൻ്റെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. പറ്റുന്നത് അത്ര എൻ്റർടൈൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മളിതാ സേലം എത്തി. നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോവുകയാണ്. നമ്മൾ സേലം റാഡിസണിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് സ്ഥിരം കഴിച്ചിരുന്നൊരു ഹോട്ടലാണ് AM ബിരിയാണി. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. ആൻഡ് നമ്മളിവിടുന്ന് പോണ ടൈമിൽ ശ്രീയാൻ ഇതൊന്നും കഴിക്കാറായിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ നമ്മളിതങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കാറില്ല. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അവന് പറ്റുമെന്ന് തോന്നുന്നതൊക്കെ ഇപ്പോൾ നമ്മളവനും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിതാ റാഡിസണിലെത്തി. ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് റാഡിസൺ അറിയുണ്ടാവും, അതൊരു ചെയിൻ ഓഫ് ഹോട്ടൽസ് ആണ്. പല സ്ഥലത്തും ഉണ്ടത്. ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ചെയിൻ ഓഫ് ഹോട്ടൽസ്. ആൻഡ് അവിടെ എത്തിയപ്പോൾ തന്നെ ശ്രീയാനിത് അവൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞു ഫ്ലവർ ഷോപ്പ് ഉണ്ട് ചെക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ അവൻ ഫസ്റ്റ് അവിടേക്ക് ഓടിയിട്ട് അവന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ആൻഡ് നമ്മുടെ ബെൽ ബോയ് വന്നു നമ്മുടെ ലഗേജസൊക്കെ എടുത്ത് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ അത് നമ്മൾ നമ്മുടെ വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ റാഡിസൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവും നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ നമ്മൾ വ്ളോഗിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സേലം വിശേഷങ്ങളും നമ്മളൊരു പാർട്ട് 2 വ്ളോഗായിട്ട് നമ്മൾ ഇടും. അപ്പോൾ ഈ 2 വ്ളോഗും നമ്മൾ നമ്മുടെ ശ്രീഹരി 16 ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും 2 ചാനലുകളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.